അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മൾ പറയാൻ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എത്ര ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയില്ല, എങ്കിലും നമ്മൾ പറയാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അത് ഓൺലൈൻ ഗെയിംസ് ആവാം, അല്ലെങ്കിൽ ഓൺലൈനിൽ വേറെ എന്ത് പരിപാടി ആയിക്കോട്ടെ, ഗെയിം പരമായിട്ടുള്ള പരിപാടികൾ. ഇപ്പൊ ഞാനൊക്കെ ഉപയോഗിക്കുന്നത് ഓൺലൈൻ ഗെയിംസുകളാണ്. ഓൺലൈൻ ഗെയിമിന്റെ അവൈറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം നമ്മളത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അത് നല്ല കളി തന്നെയായിരുന്നു, ആ സമയം വരെ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ അത് ബുദ്ധിമുട്ടായി തുടങ്ങി. അവൈറ്റർ എന്നുള്ള ഗെയിമിന്റെ പരസ്യം ഇപ്പോഴും ഫേസ്ബുക്കിലൊക്കെ നല്ലോണം കാണുന്നുണ്ട്. അവൈറ്റർ എന്നുള്ള ഗെയിമിൽ ആ ടൈം പ്രഡിക്ഷൻ കറക്റ്റ് ആയിട്ട് അവർ കാണിക്കുന്നുണ്ട്. ഇത്ര ടൈമിൽ നമുക്കത് വിഡ്രോ എടുക്കാം, എത്ര വേണമെങ്കിൽ പൈസ ഇട്ടിട്ട് ഇത്ര ടൈം. അങ്ങനെ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സുഖമായിട്ട് അവർ അതിന്റെ പ്രഡിക്ഷൻ കാണിച്ചു തരുന്നതൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും കാണിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള ആപ്ലിക്കേഷനിലൊന്നും പോയി ആരും ഇനി ചാടാൻ നിൽക്കരുത്. കാരണം ഞാൻ അവൈറ്ററിന്റെ ആ ഒരു പരസ്യം യൂട്യൂബിൽ അങ്ങനത്തെ ഒരു അവൈറ്റർ കളിക്കാൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ആ സമയം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളെ ഓൺലൈൻ ഗെയിംസുകളും ഓൺലൈൻ ആപ്ലിക്കേഷനും ഒക്കെ പൂട്ടാൻ പോവാന്ന് പറഞ്ഞിട്ട് ബാൻ ചെയ്യുന്നു പറഞ്ഞിട്ടൊരു സംഭവം വന്നിട്ടായിരുന്നു. പക്ഷെ അവർ ബാൻ ചെയ്തിട്ടുണ്ട്. അതെ, എന്താ സംഭവം എന്നാണ് ഇപ്പോൾ ഇവിടെ പ്രശ്നം. എല്ലാവരും ബാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്കാർ അതിൽ ചേർന്ന് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊക്കെ അതുപോലെ ഈ ഓൺലൈൻ ലോട്ടറിയുടെ ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞിരുന്നു, അപ്പോൾ അതും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ റോഡ് അങ്ങനെയുള്ള ഗെയിംസുകൾ, ഒരുപാട് ഗെയിംസുകൾ ഉണ്ട്, നമുക്ക് പൈസ ഇങ്ങോട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഗെയിംസുകളുണ്ട് ഓൺലൈനിൽ. അപ്പൊ അതൊക്കെ ഞാൻ കളിച്ചിട്ടുള്ള ആളാണ്. മുച്ചിട്ട് ആ ചീട്ടുകളില്ല, തീൻപട്ടി അങ്ങനത്തെ, അതൊക്കെ ഇപ്പോഴും വർക്കിംഗ് ആണ്. അതൊക്കെ നമ്മൾ കാശ് കളിച്ച് ഇഷ്ടംപോലെ കാശ് കിട്ടിയിട്ടുണ്ട്. ഓൺലൈൻ ലോട്ടറി ആയാലും ഇഷ്ടപ്പെട്ട നമ്പർ എടുത്ത് നമുക്ക് ഒരുപാട് പ്രൈസ് അടിച്ചിട്ടുണ്ട്, കാശൊക്കെ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല അങ്ങനത്തെ അതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാം, നമുക്ക് നല്ല ഒരു കാര്യമില്ലേ, ഇഷ്ടപ്പെട്ട നമ്പർ എടുക്കാന്നൊക്കെ പറഞ്ഞ് പരസ്യം ചെയ്തിരുന്നു. നമ്മൾ പരസ്യം എന്ത് ഉദ്ദേശിക്കുക, അവർക്ക് ഗുണത്തിനല്ല, നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷെ ഓൺലൈൻ പരിപാടി എല്ലാം നിർത്താൻ പോവാണ്, ഒക്കെ ബാൻ ചെയ്യാൻ പോവാന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ നമ്മൾ ഈ യൂട്യൂബിലത്തെ എല്ലാ വീഡിയോസും നമ്മൾ എന്ത് ചെയ്ത് പ്രൈവറ്റ് ആക്കിയിട്ടു, ആരും കാണാതിരിക്കാൻ. കാരണം അങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പം പരസ്യങ്ങൾ ഇങ്ങനെ നടക്കേണ്ട ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്, ഹിന്ദിക്കാരൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്, അതെന്താണെന്നറിയില്ല. പക്ഷെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനിക്ക് ഒരു മാസമായിട്ട്, അത് ഇപ്പൊ ഇവിടെ നമ്മൾ കഴിഞ്ഞ മാസം മുതലാട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്, അതുവരെ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. കഴിഞ്ഞ മാസം മുതൽ എന്റെ ഒരു ബാങ്ക് അക്കൗണ്ട് ഫ്രീസാണ്. അത് ഞാൻ നാളെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശിന്റെ പകുതി നമ്മൾ കഴിഞ്ഞ മാസം ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്താ കാരണം വെച്ചാൽ ആ വന്ന പൈസ ഒന്നും ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആയി പോയി. അതൊരു ബാങ്ക്, യൂണിയൻ ബാങ്ക്, അത് ഫ്രീസ് ആയി കിടക്കാണ്, മൈനസ് ആയി കിടക്കാണ്. നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്ത് വേറൊരു ബാങ്ക് അക്കൗണ്ടാണ് പിന്നെ കൊടുത്തത്, SBI ബാങ്ക് ആയിരുന്നു. അതും സീറോ ബാലൻസ് ആയി കിടക്കാണ്. അതിന് ഇനി ഓപ്പൺ ആവണമെങ്കിൽ 4000 മൈനസ് ആയിട്ടാണ് കാണിക്കുന്നു പറഞ്ഞു. അതവിടെ ഇട്ട്. പിന്നെ നമ്മുടെ വൈഫിന്റെ പേരിലുള്ള ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, HDFC ബാങ്ക്, അതാണ് എടുത്തിട്ട്. അപ്പൊ അതെടുത്തിട്ട് അപ്പൊ ഓരോ ബാങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യാൻ, അത് ഫ്രീസായി അടുത്തതാക്കി, അടുത്തത് ഇട്ടു. മൂന്നാമത്തെ ബാങ്കാണ് നമ്മളെ ഭാര്യയുടെ. അപ്പൊ ആ ഒരു ബാങ്ക് നമ്മളും കൂടി അതിൽ ആഡ് ചെയ്ത് പൈസ വിഡ്രോ ചെയ്യുന്നു. പിന്നെ നോക്കുമ്പോ അതും ഫ്രീസായി. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഇപ്പൊ തുടങ്ങിയിട്ടുള്ളത്, ഒരു മാസമായിട്ടുള്ള ഈ പരിപാടി തുടങ്ങിയിട്ട്. അങ്ങനത് എന്താ സംഭവം എന്നറിയില്ല. അങ്ങനെ ഇതായപ്പോ ഞാൻ ബാങ്കിൽ പോയി അന്വേഷിച്ചു. അപ്പൊ ബാങ്കുകാർ പറഞ്ഞത്, നിങ്ങൾ ട്രാൻസാക്ഷൻ വല്ലതും നടത്തുന്നുണ്ട്, എന്താ ജോലി എന്ന് ചോദിച്ചു. നമ്മൾ കൈപ്പണിക്കാരനാണ്. ആ, ട്രാൻസാക്ഷൻ എങ്ങനെയാ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചപ്പോ, ട്രാൻസാക്ഷൻ നമ്മൾ പല രീതിയിലും നമുക്ക് കൂലി കിട്ടും, ചിലപ്പോൾ അത് വഴിക്കായിരിക്കാം നമ്മളെ കൂലി അയച്ചു തരും. വേറെ വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. പൈസ ഇങ്ങനെ വരുന്ന ഇങ്ങോട്ട് വരുന്നതല്ലേ, ഗെയിമൊക്കെ കളിക്കാറുണ്ട് ഓൺലൈനിൽ എന്ന് പറഞ്ഞു. ആ, അപ്പോട്ടെയാണ് നിങ്ങളുടെ പ്രശ്നം. ഓൺലൈൻ ഗെയിമിങ് എല്ലാ കാര്യങ്ങളും ഇപ്പോ ബാൻ ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ആപ്ലിക്കേഷനൊന്നും പൂട്ടിപ്പോയില്ല. ഇപ്പൊ ടിക്ടോക്ക് എന്നുള്ള ആപ്ലിക്കേഷൻ എന്തിട്ടാ ബാൻ ചെയ്തെന്ന് പറഞ്ഞാൽ മുതൽ പൂട്ടിപ്പോയി. അത് ഈ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ തന്നെ പറ്റുന്നില്ല നമുക്ക്. അങ്ങനെ ആക്കിയിരുന്നില്ല അവര്. അങ്ങനെ ആക്കണമെങ്കിൽ കുഴപ്പമില്ല, അതൊക്കെ നിർത്തി നമുക്ക് പിന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യണ്ട. പക്ഷെ ഇതൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല ആൾക്കാർ. ഈ ആപ്ലിക്കേഷനൊന്നും ആരും പൂട്ടിപ്പോയി ബാൻ ചെയ്ത് വെച്ചിട്ടില്ല. പക്ഷെ അത് ഇപ്പോഴും വർക്കിംഗ് ആണ്. പക്ഷെ അതിൽ നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാശ് കയറുന്നുണ്ട്. അതിൽ കാശ് ഇട്ട് നമ്മളെങ്ങാനും കുറച്ച് കാശ് വിഡ്രോ ചെയ്താലാണ് അവിടെ പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഓൺലൈൻ ലോട്ടറിയൊക്കെ എടുത്തിട്ട് ഒരുപാട് പ്രൈസ് അടിക്കാറുണ്ട്. എനിക്കത് ഇഷ്ടമുള്ള നമ്പർ നമ്മൾ അത് വഴി എടുത്തിട്ട് പ്രൈസ് അടിച്ച് നമ്മൾ വിഡ്രോ ചെയ്യുന്നതാണ് ഈ സംഭവം. അപ്പൊ വിഡ്രോ ചെയ്ത് വരുന്ന പൈസ ഇപ്പൊ നമ്മുടെ ആദ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മുടെ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ബാങ്ക് അക്കൗണ്ട് പൂട്ടിപ്പോകും. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ. ഓക്കെ, അപ്പൊ ഞാനത് HDFC ബാങ്കിൽ ചെന്ന് ചോദിച്ചപ്പോൾ ആള് കാര്യങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞത്. ഓൺലൈൻ ഗെയിം പരമായിട്ടുള്ള പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാല് അപ്പൊ നമ്മുടെ അക്കൗണ്ട് പൂട്ടിപ്പോയി. പിന്നെ ഇപ്പൊ നമ്മളെ പൈസ അതിൽ വേറെ ചിലപ്പോൾ നമ്മളെ എക്സ്ട്രാ പൈസ നമ്മളെ ഈ ഗെയിം കളിക്കാതെ നമ്മൾ പണിയെടുത്ത വില പൈസ ഉണ്ടെങ്കിൽ പോലും അതൊന്നും ചെയ്യാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അത് പൂട്ടിപ്പോയി, നമുക്ക് ഇനി ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ മൂലം കുറച്ച് ആൾക്കാർക്ക് ഇത് എന്തായാലും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷന്റെ ലിങ്കും അങ്ങനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർ കാണുകയാണെങ്കിൽ ഇന്നു മുതൽ ആ പരിപാടി നിർത്തിക്കുന്നതാണ്.
ഓക്കെ, ഇന്ന് മുതൽ നല്ല അറിഞ്ഞവരൊക്കെ ചിലപ്പോൾ ഇപ്പോൾ നിർത്തിയിട്ടുണ്ടാവും. എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഓൺലൈൻ ഗെയിം ആയിട്ടുള്ള മുച്ചീട്ട് കളിയായാലും ശരി, അവേറ്റർ ആയാലും ശരി, ഓൺലൈൻ ലോട്ടറി ആയാലും ശരി, അതൊരു ഓൺലൈൻ ABC ഏത് പരിപാടിയായാലും നമ്മൾ പൈസ അങ്ങോട്ട് ഇട്ടിട്ട് തിരിച്ച് പൈസ പിടിക്കാൻ പറ്റുന്ന ഏതൊരു ആപ്ലിക്കേഷൻ ഓൺലൈനിൽ ഉണ്ടോ ആ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിർത്തിക്കുക. കാരണം നമ്മൾ അങ്ങോട്ട് എത്ര പൈസ ഇട്ടല്ലേ അത് അങ്ങോട്ട് പോകുന്നുണ്ട്, അതിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അത് നങ്ങാനും ഒരു 10, 10,000, 20,000 കിട്ടി നമുക്കത് വിഡ്രോ ചെയ്ത് നമ്മുടെ ബാങ്കിൽ വന്നു കഴിഞ്ഞാൽ ആ ബാങ്ക് അക്കൗണ്ട് അപ്പം ഫ്രീസായി പൂട്ടിപ്പോവാണ്. അപ്പൊ അത് നമ്മളെ പോലുള്ള പാവങ്ങളെ ബാങ്ക് അക്കൗണ്ട് പൂട്ടിച്ചിട്ടാണ് ഒരു ബാൻ ചെയ്തിട്ടില്ല. അല്ലാതെ ഇവര് ഈ ടിക്ടോക്ക് ഒക്കെ നിർത്തിയതുപോലെ ഇവർക്ക് എന്തുകൊണ്ട് അവേറ്റർ എന്നുള്ള ഗെയിമിന്റെ മൊത്തത്തിൽ ആ പരിപാടിനെ നിർത്തിക്കൂടാ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോ പരസ്യം ചെയ്യുന്ന ആൾക്കാരെ പൂട്ടിച്ചുകൂടാ, അത് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഈ ഓൺലൈൻ ലോട്ടറി ആപ്ലിക്കേഷൻ മൊത്തത്തിൽ നിരോധിച്ചൂടെ, അല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് ആക്കുക, അതും ചെയ്യുന്നില്ല. ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ പറ്റും, നമ്മളെ പൈസ കയ്യിൽ ഇടാനൊക്കെ പറ്റും. പക്ഷെ അത് നങ്ങാനും ഒരു 500, 1000 വിഡ്രോ അല്ലെങ്കിൽ 5000, 10,000 നമ്മൾ വിഡ്രോ ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നാൽ അത് കള്ളപ്പണമായി. അപ്പൊ നമ്മളെ ഇതായി, പിന്നെ അത് സൈബർ ക്രൈം ആയി. ഓക്കെ, കാരണം അങ്ങനെ വരുന്ന പൈസ ഇത് വേറെ ഏതൊക്കെയോ രീതിയിലൊക്കെയാണ് വരുന്നതൊക്കെ പറഞ്ഞ് എന്റെ ആദ്യം അങ്ങനെ പറഞ്ഞത്. ഈ യൂണിയൻ ബാങ്കിലൊക്കെ ചെന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ അവർ അങ്ങനെ പറഞ്ഞത് സൈബർ ക്രൈം എന്നാ പറഞ്ഞിട്ടുള്ളത്. ആ സൈബർ ക്രൈം നമ്മൾ ഇതിന്നൊക്കെ വിഡ്രോ ചെയ്യുന്ന പൈസയാണ്. എവിടെ നിന്ന് നിങ്ങൾക്ക് ഇത്ര പൈസ വന്നിട്ടുണ്ട്, അത് അവർ ഹോൾഡ് ചെയ്യാണ്, നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസായി. പരാതി എഴുതി കൊടുത്ത് ഒരു വട്ടം പോയി ശരിയാക്കി, രണ്ടാമത്തെ വട്ടം ശരിയാക്കി, മൂന്നാമത്തെ വട്ടം ശരിയാക്കിയിട്ട് എനിക്ക് ഭ്രാന്ത് പിടിച്ചത് ഞാൻ യൂണിയൻ ബാങ്ക് അവിടെ ഇട്ടു, അവസാനിപ്പിച്ചു. എന്നിട്ട് അക്കൗണ്ട് വേറെ തന്നെ മാറ്റി SBI. അതിലും ഇതുപോലെ വന്ന് അത് മൈനസായി പോയി. പിന്നെ നമ്മൾ HDFC ബാങ്കിലേക്ക് ആക്കിയപ്പോൾ HDFC ബാങ്ക് ഇങ്ങനെ പോയി. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഫ്രീസായി പോകും. പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് അറിയാത്ത ആൾക്കാർക്ക് ഇപ്പോഴും ഇതിനെ കുറിച്ചൊന്നും അറിയാത്ത ആൾക്കാർ ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിർത്തിക്കുക പരിപാടി. ഓൺലൈൻ ലോട്ടറി എന്നല്ല, ഓൺലൈൻ ഗെയിംസുകൾ മൊത്തം നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ബാങ്കുകാർ നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോലുള്ള പാവങ്ങളൊക്കെ ബാങ്ക് അക്കൗണ്ട് വയറ്റത്തടിച്ചിട്ടാണ് ഫ്രീസ് ചെയ്യുന്നത്. ഇത് മൊത്തത്തിൽ എങ്ങനെ ആക്കിയിട്ട് എന്താ കാര്യം? ഈ വക ആപ്ലിക്കേഷനൊക്കെ നിരോധിച്ചിട്ട് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണ്ട, ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടാ, ഇത് ബാൻ ചെയ്തിട്ടില്ല. ടിക്ടോക്ക് നിരോധിച്ച പോലെ മറ്റുള്ള ആപ്ലിക്കേഷനൊക്കെ നിരോധിച്ച പരിപാടി കഴിഞ്ഞു. ഇത് ഓരോരുത്തരുടെ ബാങ്കിൽ നിന്ന് ഇപ്പൊ എന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പൊ ഫ്രീസായി, അതിലൊരു 2000 ഉറുപ്പ് ഉണ്ടെങ്കിൽ ആ 2000 പിന്നെ എനിക്ക് എടുക്കാനും പറ്റില്ല, അത് ആർക്ക് പോകണോ ആ പൈസ. അതുപോലെ നിങ്ങളെ ഒരു 10,000 പേര് ഇതുപോലെ ഓരോരുത്തരുടെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഫ്രീസായി, അതിലൊക്കെ കിടക്കുന്ന പൈസകൾ ഉണ്ടെങ്കിൽ ആ പൈസ ഒക്കെ ആര് കൊണ്ടുപോകുന്നു? അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് ഉട്ടായിപ്പും തട്ടിപ്പും വെട്ടിപ്പും ലോകം മൊത്തത്തിൽ രക്ഷകായി തുടങ്ങി. ആരെയൊക്കെ വിശ്വസിക്കേണ്ടത് എന്തെന്നൊരു പിടുത്തല്ല. അപ്പൊ അതുകൊണ്ട് ഈ വക പരിപാടിയൊക്കെ നിർത്തിക്കുക. നിങ്ങൾ ഓൺലൈൻ പരിപാടി തീരെ നിർത്തിക്കോ, എല്ലാ പരിപാടിയും നിർത്തിക്കോ. ഞാനും ഈ പരിപാടി നിർത്തി. ഓൺലൈനിനെ കുറിച്ച് ഞാനൊരു വാക്ക് മിണ്ടില്ല. കാരണം ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് എന്റെ പേഴ്സണലിലേക്ക് വരാറുണ്ട് കുറച്ച് ആൾക്കാർ, അവർക്കൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു അനുഭവം വരുമ്പോഴാണല്ലോ നമ്മളത് ഓരോരുത്തരോരുത്തർ വിളിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ കാണുന്നവർ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഓൺലൈൻ ആപ്ലിക്കേഷന്റെ പരിപാടി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ സ്പോട്ടിൽ നിർത്തിക്കോ, എല്ലാ പരിപാടിയും നിർത്തിക്കോ. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസായി പോകും. അതിലുള്ള പൈസ നമ്മൾ വല്ല പണിയെടുത്ത പൈസ ഉണ്ടെങ്കിൽ അതും പോകും. മറക്കണ്ട. ഓക്കെ, ബൈ ബൈ, സി യു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.